ഇന്ന് നമുക്ക് കോവയ്ക്ക വെച്ചൊരു ഡിഷ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ കോവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ സാധനം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാട്ടോ എടുക്കുന്നത്. ഇനി എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കോവയ്ക്ക ഇട്ടെടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ചൊന്നും വേവിക്കണ്ട. നമ്മൾ മറ്റേ വെണ്ടയ്ക്കൊക്കെ ഫ്രൈ ചെയ്യില്ല, അതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ്. ഇതേപോലെ ഈ ഒരു കളർ വരണം കേട്ടോ. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.